ഇതാ പിന്നെ ഒരു ടാബ് വേണം, ഒരു അടിപൊളി ടാബ്, ഒരു 15ന്റെ ഉള്ളിൽ, അതായത് ഒരു 15,000 ഉള്ളിൽ ഒരു അടിപൊളി ടാബ് വേണം. ഒരു 8 GB 4 GB റാമൊക്കെ ആയിരുന്നു. പിന്നെ അടിപൊളി ടാബ് ആയിരിക്കണം. അത് നോക്കിട്ട് പറയും. ആടാ പറയാം ടാബല്ലേ സ്പെസിഫിക്കേഷൻസ് പറയാം. സ്പെസിഫിക്കേഷൻസ് ഒന്നും ഇടാ, ഒരു നമുക്ക് നല്ല അടിപൊളി നല്ല റാം വേണം. നല്ല റാം അടിപൊളിക്കാൻ പറ്റില്ല. 4 GB 8 GB റാം. പിന്നെ BGMI അതൊക്കെ അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റും. പിന്നെ BGMI അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റും. നല്ല സ്റ്റോറേജ് നല്ല വേണം, നല്ല സ്മൂത്ത് കളിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ടാബ് ഇത് നോക്കിയിട്ട് പറയാം. ഇത് പറഞ്ഞ പോലെ ഒന്ന് ഉണ്ട്. റിയൽമിയുടെ പാഡ് 2, റിയൽമി പാഡ് 2. പിന്നെ റാം പറയുമ്പോൾ ഒരു 8 GB റാമുണ്ട്, പിന്നെ 4 GB റാമുണ്ട്. പിന്നെ സ്റ്റോറേജ് വരുമ്പോൾ 128 GB സ്റ്റോറേജ് ഉണ്ട്. പിന്നെ നമ്മളെ ഇത് ചിപ്സെറ്റ് വരുന്നത് മീഡിയ ടെക്കിന്റെ ചിപ്സെറ്റാണ് വരുന്നത്. പിന്നെ 90 ഹെഡ്സിന്റെ ഇത് വരുന്നത് ഡിസ്പ്ലേ, 90 ഹെഡ്സിന്റെ ഡിസ്പ്ലേ വരുന്നത്. 8300 mAh ബാറ്ററി. ഓക്കെ, 8300 mAh ബാറ്ററി വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ റേറ്റ് എത്ര? 15-നുള്ളിൽ. 15-നുള്ളിൽ പറയുമ്പോൾ ഒരു നമ്മളെ ഈ 4 GB റാമിന് ഒരു 13 കിട്ടും. റേറ്റ് പറഞ്ഞ ഓഫറിനൊക്കെ 12-13 കിട്ടും. പിന്നെ 8 GB ഒക്കെ പോകുമ്പോൾ 15-16 അങ്ങനെ പോകും സാധനമാണ്. പിന്നെ BGMI പറയുമ്പോൾ നമുക്ക് അടിപൊളി കളിക്കാം. ഞാൻ പറഞ്ഞേ 8 GB റാമാണ്, സുഖമായിട്ട് കളിക്കാം. പിന്നെ 128 GB സ്റ്റോറേജ്, അതുകൊണ്ട് വലിയ സ്റ്റോറേജിന് വലിയ പ്രശ്നമില്ല. അടിപൊളി സാധനമാണ്, നോക്കി നോക്കും. റിയൽമി പാഡ് 2 അല്ലേ? ഇതിന്റെ ലിങ്ക് ചോട് കൊടുക്കാം വെച്ച് പറഞ്ഞു. എടാ പാഡ് 2 അല്ലടാ, മറ്റേ പാഡ് 2 ലൈറ്റ്. ഞാൻ പറയാൻ മറന്നു. പാഡ് 2 ലൈറ്റ് കിട്ടും, മറക്കണ്ട. പിന്നെ ഇതിന്റെ ലിങ്കിന്റെ കാര്യം ഒന്നല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കണ്ടിട്ട് ഡിസ്ക്രിപ്ഷനിൽ എവിടെയെങ്കിലും വരുന്ന സ്ഥലത്ത് ഈ സംഭവത്തിന്റെ ലിങ്ക് ഉണ്ടാവും. അപ്പൊ എല്ലാവരും നോക്കുക, പവറാകുക. ശരി എന്നാ.